എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ചീസ് കേക്കാണ്. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബേൺഡ് മാംഗോ ചീസ് കേക്കാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. മാംഗോൻ്റെ സീസണല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഴുത്തൊരു മാങ്ങ എടുക്കാം. ഞാനിപ്പോൾ ഈ മാങ്ങ ചെത്തിയിട്ട് ഒരു 3/4 ഭാഗം ഇതിനെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതാക്കുന്ന മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക. വെള്ളം ഒഴിക്കരുത്. നന്നായിട്ട് ഈ മാംഗോ മാത്രം പേസ്റ്റാക്കി എടുക്കുക. ഇനി ഇത് മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനാട്ടോ. അപ്പോൾ മാംഗോൻ്റെ പൾപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം ചീസാണ് വേണ്ടത്. ഞാനിപ്പോൾ 10 ഇട്ട് കൊടുത്തിട്ടോ. അത് അങ്ങനത്തെ ക്യൂബ്സ് വരുന്ന പാക്കറ്റിൽ വരുന്ന ഇങ്ങനത്തെ ഇട്ട് കൊടുത്തത് 10 പീസ് കേട്ടോ. അപ്പോൾ ട്രയാങ്കിളിൽ 10 പീസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് തിക്ക് ക്രീമും വേണം. അതൊരു 50 മില്ലിൻ്റെ പാക്ക് ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിക്ക് ക്രീം ഇതാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ നീര്, മുട്ടയൊക്കെ വേണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ലെമണിൻ്റെ ഹാഫ് ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ ലെമൺ കേട്ടോ. ലെമൺ ഇട്ട് കൊടുക്കുക. പിന്നെ വെനില എസൻസ് 1 ടീസ്പൂൺ കേട്ടോ. വെനില എസൻസാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് 1 ടീസ്പൂണ്. പിന്നെ ലെമൺ ഇതാക്കുന്നത് ഹാഫ് ലെമണാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് 2 മുട്ട വേണം. 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ ലെമൺ ഒഴിച്ചതിന് ശേഷം മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് മൈദയുടെ ഒന്നും ആവശ്യമില്ല. കോൺഫ്ലവർ മാത്രം 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ളൊരു പിന്നെ ചീസ് കേക്ക് കേട്ടോ. ബേൺഡ് ചീസ് കേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു തവണ ഒന്ന് കഴിച്ച് നോക്കിയാൽ, ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നൊരു സംഭവമാട്ടോ. നമ്മൾ ആ കേക്കിൻ്റെ ടെക്സ്ചറൊന്നും അല്ല ഇതിന് വരിക. നല്ല ക്രീമി ആയിട്ടുള്ളൊരു സംഭവം വരുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഉണ്ടാക്കി നോക്കിയാൽ അതിൻ്റെ മനസ്സിലാവും. ഞാനിപ്പോൾ 2 മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മളെ ബേക്ക് ചെയ്യുന്ന ട്രേയിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഈ ട്രേ ആട്ടോ എടുത്തത്. ഇതിലേക്ക് നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 180-ൽ 45 മിനിറ്റ് എടുത്ത് കിട്ടും അത് നമുക്ക് ബേക്കായി വരാൻ. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ടിത് നമ്മൾ ഓവനിലേക്ക് കയറ്റുക കേട്ടോ. അപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചത് നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നിങ്ങൾ ചൂടോടൊന്നും കട്ട് ചെയ്യരുത്. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങളിത് ഇതിൽ നിന്ന് എടുത്തിട്ട് കട്ട് ചെയ്യാവൂ കേട്ടോ. എന്നാലേ അത് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുകയാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്യണമെങ്കിൽ ഫ്രിഡ്ജിലൊന്ന് വെച്ച് തണുപ്പിച്ചെടുത്താൽ കട്ട് ചെയ്യുക കേട്ടോ. അല്ലാതെ നിങ്ങൾ പുറത്ത് വെച്ചിട്ട് തണുത്തതിന് ശേഷം കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ ബേൺഡ് ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട് മാംഗോൻ്റെ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കണ്ടോ നല്ല ഇതിൻ്റെ ഉള്ളിൽ ക്രീമി ആയിട്ടുള്ള ഇത് ഞാൻ കാണിച്ചു തരാം. ഞാൻ കത്തി ഒന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മളെ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. മാംഗോ ചീസ് കേക്ക്. ഇതിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. കടയിൽ നിന്നൊക്കെ ചിലർ കഴിക്കുന്നത് കാണാറില്ല. അങ്ങനെയും കഴിക്കട്ടോ. ഇനി നല്ല അടുത്ത റെസിപ്പി ആയിട്ട് വരാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബൈ.